ഓക്കെ. അപ്പൊ നോക്കിയേ, നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്. സപ്ലൈ നമ്മൾ ഫസ്റ്റത്തെ ഇന്നലെ പഠിച്ച ഒരു ഡെഫിനിഷനിൽ നമ്മൾ പഠിച്ചായിരുന്നു. എന്താണ്? സപ്ലൈ ചെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സപ്ലൈ ചെയിൻ അല്ല, ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാല് സപ്ലൈ ചെയിന്റെ ഒരു പാർട്ടാണ് ലോജിസ്റ്റിക്സ്. അല്ലെ? ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സപ്ലൈ ചെയിൻ മാനേജ്മെന്റിന്റെ ഒരു പാർട്ടാണ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാല് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. റോ മെറ്റീരിയൽ പല സ്ഥലങ്ങളിൽ നിന്ന് പ്രൊക്യൂർ ചെയ്യുന്നതിനെ റോ മെറ്റീരിയൽ ഫ്രം ഡിഫറന്റ് സോഴ്സസ് ഒരു മിനിറ്റ്. നമ്മൾ റോ മെറ്റീരിയല് ഡിഫറന്റ് സോഴ്സസിൽ നിന്ന് പ്രൊക്യൂർ ചെയ്യുന്നതിനെ നമുക്ക് എന്ത് പറയാം? സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയാം. ഇത് പ്രൊഡക്ഷൻ ടൈമിൽ മാത്രമല്ല, റോ മെറ്റീരിയൽ മാത്രമല്ല, ഫിനിഷ്ഡ് പ്രോഡക്റ്റും നമ്മൾ എന്ത് ചെയ്യുന്നു? കസ്റ്റമറിന്റെ കയ്യിൽ കൊണ്ടെത്തിക്കുന്നതിന് നമുക്ക് എന്ത് പറയാം? സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയാം. ഒരു സപ്ലയറിന്റെ നീഡ്സും വാണ്ട്സും അല്ലെങ്കിൽ ഒരു കസ്റ്റമറിന്റെ നീഡും വാണ്ട്സും റൈറ്റ് ടൈമിൽ പ്രോഡക്റ്റ് കിട്ടുക എന്നതാണ്, അല്ലെ? അപ്പൊ അതിന് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നു? ഒരു ബിസിനസ് ഓർഗനൈസേഷനെ ഒത്തിരി സഹായിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്കിൽ ആവശ്യം നിലവിൽ ഒരു ഇന്റർവ്യൂവിന് നമ്മൾ പോകുന്നു, നമുക്കൊരു ക്വസ്റ്റ്യൻ വരുന്നു, അല്ലെ? അതിന്റെ ഡെഫിനിഷൻ മനസ്സിലായോ? ഡെഫിനിഷൻ ആണ് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ട് വരുന്നത്. ഇവിടെ ഒരു ഡെഫിനിഷൻ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, അക്കോർഡിംഗ് ടു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സപ്ലൈ മാനേജ്മെന്റ്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് റെഫേഴ്സ് ടു ദി ഡിസൈൻ and management of seamless value added process across organizational boundaries to meet the real need of the end customer. ഒരു എൻഡ് കസ്റ്റമറിന്റെ നീഡ്, ആവശ്യം മീറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നു? ഒരു കുറച്ച് വാല്യൂ ആഡഡ് സർവീസുകള് നമ്മൾ നടത്തുന്നതിനെ നമുക്ക് എന്ത് പറയാം? സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയാം. അപ്പൊ നിങ്ങൾക്കറിയാലോടെ എന്താണ് ഫ്ലിപ്കാർട്ട് എന്ന് പറഞ്ഞാല് നമ്പർ 1 റീറ്റെയിൽ കമ്പനിയാണ്. അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ട് നല്ലൊരു സപ്ലൈ ചെയിൻ നെറ്റ്വർക്സും ആണ്, അല്ലെ? ഇതിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ? ഇല്ല. നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ കയറി ഒരു സാംസങ്ങിന്റെ മൊബൈൽ നിങ്ങൾ ബുക്ക് ചെയ്യാണ്. സാംസങ്ങിന്റെ സൈറ്റിൽ കയറി ബുക്ക് ചെയ്താൽ അവിടെ നിങ്ങൾക്ക് സാംസങ്ങിന്റെ ബോക്സ് മാത്രമേ വരുള്ളൂ. പക്ഷെ ഫ്ലിപ്കാർട്ടിൽ കയറി ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു പാക്കിങ്, അതിനപ്പുറം ഫ്ലിപ്കാർട്ടിന്റെ മറ്റൊരു പാക്കിങ് ഉണ്ടായിരിക്കും. ഫ്ലിപ്കാർട്ടിന്റെ മറ്റൊരു പാക്കിങ്, പിന്നെ ആ പ്രോഡക്റ്റ് എവിടെ എത്തി, നിങ്ങൾക്ക് എപ്പോൾ കിട്ടും, ഇങ്ങനെയൊക്കെയുള്ള ഇൻഫർമേഷൻ സർവീസുകൾ, അങ്ങനെ ഒരുപാട് വാല്യൂ ആഡഡ് പ്രോസസ്സ് തരാൻ ഫ്ലിപ്കാർട്ടിന് കഴിയും. കാരണം ഫ്ലിപ്കാർട്ടിൻ്റെ ഉള്ളത് നല്ലൊരു സപ്ലൈ ചെയിൻ നെറ്റ്വർക്ക് ആണ്. അപ്പൊ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു? സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഡിസൈൻ ചെയ്യുന്നു, പിന്നെ അടുത്ത് എന്താ പറയണം, മാനേജ് ചെയ്യുന്നു. എങ്ങനെ, എന്തൊക്കെ വാല്യൂ ആഡഡ് പ്രോസസ്സുകൾ, ഒരു ഓർഗനൈസേഷനിൽ ഉപയോഗിക്കുന്ന വാല്യൂ ആഡഡ് പ്രോസസ്സുകൾ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് കൺസ്യൂമറിന്റെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇവിടെ കുറച്ച് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. PDF നല്ലപോലെ നോക്കുക. കുറച്ച് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് SCM? സപ്ലൈ ചെയിൻ മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ഒന്ന്, ടു ക്രിയേറ്റ് വാല്യൂ ഫോർ കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിന് വാല്യൂ ക്രിയേറ്റ് ചെയ്യുക. കസ്റ്റമേഴ്സിന് എന്തൊക്കെ അഡീഷണൽ ബെനിഫിറ്റ് കൊടുക്കാമോ അതെല്ലാം കൊടുക്കുക. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണേ, നാളെ ഐഫോണിന്റെ സാംസങ്ങിന്റെ ഒരു S സീരീസിലുള്ള മൊബൈൽ ഇറങ്ങിയാണ്. അപ്പൊ സാംസങ്ങിന്റെ S സീരീസിലുള്ള മൊബൈൽ നാളെ ഇറങ്ങുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, സാംസങ്ങിന്റെ സൈറ്റിൽ നിന്ന് വിൽക്കുന്നതിനേക്കാൾ കൂടുതൽ എവിടെ നിന്ന് വിൽക്കും? ഫ്ലിപ്കാർട്ടിൽ നിന്ന് വിൽക്കും. കാരണം എന്താണ്? ഫ്ലിപ്കാർട്ട് കസ്റ്റമറിന് എന്ത് കൊടുക്കുന്നുണ്ട്? വാല്യൂ കൊടുക്കുന്നുണ്ട്.
പല അഡീഷണൽ ബെനിഫിറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്ത് എന്താ പറയണത്? ടു ഇൻക്രീസ് ഓർഗനൈസേഷണൽ റെസ്പോൺസീവ്നെസ് ടുവേർഡ്സ് ചേഞ്ച്, അല്ലേ? എന്താണ് മാറ്റങ്ങൾക്കനുസരിച്ച് എന്ത് ചെയ്യുക? ഓർഗനൈസേഷനെ മാറ്റുക. ഇപ്പൊ സപ്ലൈ ചെയിൻ മാനേജ്മെന്റിൽ എന്തൊക്കെ ഇന്നോവേഷൻസ് വരുന്നു, എന്തൊക്കെ ഇൻവെൻഷൻസ് വരുന്നു, അതൊക്കെ വരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? ഓർഗനൈസേഷനെ കൃത്യമായിട്ട് മാറ്റുക. ഇത് സപ്ലൈ ചെയിൻ മാനേജ്മെന്റിന്റെ മറ്റൊരു ലക്ഷ്യമാണ്. റിസ്ക് കുറയ്ക്കുക, റെഡ്യൂസ് റിസ്ക് കുറയ്ക്കുക, അല്ലേ? ഒരു എഫിഷ്യന്റ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം? ആ റിസ്ക് കുറച്ച്, എന്താണ് റിസ്ക് കുറച്ച് കൺസ്യൂമറിന്റെ കയ്യിൽ പ്രോഡക്റ്റ് കൊണ്ടെത്തിക്കാൻ പറ്റുന്നതായിരിക്കണം. അതായിരിക്കണം ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള സപ്ലൈ ചെയിൻ നെറ്റ്വർക്ക്. കോസ്റ്റ് കുറയ്ക്കുക. നമ്മൾ ഈ സപ്ലൈ ചെയിൻ ഒക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ കോസ്റ്റ് കുറച്ച് കസ്റ്റമറെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആണോ അല്ലേ? കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് എന്ത് ചെയ്യണം? കുറച്ചിരിക്കണം. ചെലവ് കുറച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? കസ്റ്റമറിനെ മീറ്റ് ചെയ്യാനായിട്ട് പറ്റണം. പിന്നെ അടുത്ത് എന്താ പറയണത്? ടു മാക്സിമൈസ് റവന്യൂ ജനറേഷൻ. ഓക്കെ, എന്താണ് റവന്യൂ ജനറേഷൻ? എന്താണ് റവന്യൂ ജനറേഷൻ? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള സപ്ലൈ ചെയിൻ നെറ്റ്വർക്കിലൂടെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റണം? എഫക്റ്റീവ് ആയിട്ടുള്ള സപ്ലൈ ചെയിൻ നെറ്റ്വർക്കിലൂടെ സെയിൽ കൂട്ടി, ഡിമാൻഡ് കൂട്ടി, പ്രോഡക്റ്റ് എങ്ങനെയുള്ളതാക്കി മാറ്റണം? എഫക്റ്റീവ് ഉള്ളതാക്കി മാറ്റണം. പിന്നെ അടുത്ത് പറയുന്നത് ഇംപ്രൂവ് ക്വാളിറ്റി. ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ചെയ്യുക, അല്ലെ? ഇപ്പൊ നമ്മൾ നല്ലൊരു സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ആണ് നമ്മുടെ ഓർഗനൈസേഷനിലുള്ളെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ വേർപൂളിന്റെ കേസ് സ്റ്റഡി നമ്മൾ പഠിക്കും. അപ്പൊ നല്ലൊരു സപ്ലൈ ചെയിൻ നെറ്റ്വർക്ക് ആണ് നമ്മുടെ ലോജിസ്റ്റിക് സിസ്റ്റത്തിൽ ഉള്ളതെങ്കിൽ നമുക്ക് എന്തൊക്കെയായിരിക്കും ബെനിഫിറ്റ്? നമുക്ക് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് കോസ്റ്റ് കുറയുമ്പോൾ സ്വാഭാവികമായും ഓപ്പറേഷണൽ കോസ്റ്റ് കുറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമുക്ക് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ചെയ്യാനായിട്ട് പറ്റും. ഇത്രയും കാര്യങ്ങൾ, ഈ പോയിന്റുകൾ ഒന്ന് കൃത്യമായിട്ട് വായിച്ചിരിക്കുക. നമുക്കിവിടെ കാണാതെ പഠിക്കാനായിട്ട് ഒന്നുമില്ല. എന്താണ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്നുള്ള ഒരു സ്ട്രക്ചർ മാത്രം മനസ്സിലാക്കി പോവുക. ഇനി അടുത്ത് പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. ഇമ്പോർട്ടൻസ് ഓഫ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. സപ്ലൈ ചെയിൻ മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? നമ്പർ 1, ഓർഗനൈസേഷന്റെ കോസ്റ്റ് ബ്രിങ്ങിങ് ഡൗൺ ചെയ്യാൻ പറ്റും. ഓർഗനൈസേഷന്റെ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് പറ്റും. ഓർഗനൈസേഷന്റെ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് പറ്റും. അതായത് പ്രോപ്പർ ഇൻവെന്ററി മാനേജ്മെന്റിലൂടെ കോസ്റ്റ് കുറച്ച് ബിസിനസ് എന്ത് ചെയ്യാൻ പറ്റും? ഡീൽ ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലായില്ല? സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഉള്ളതുകൊണ്ടാണ്. സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? അത് ഞാൻ ഒന്ന് പറയണോ? കൺസെപ്റ്റ് ഒന്ന് പറയണോ? കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ. ഇതൊരു ഫാക്ടറിയിൽ പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ റോ മെറ്റീരിയൽ പല സ്ഥലങ്ങളിൽ നിന്ന് വരണം. അത് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ആണ്. ഈ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാല് റോ മെറ്റീരിയൽ ഫാക്ടറിയിൽ കൊണ്ടുവരുന്നത് മാത്രമല്ല, പ്രൊഡ്യൂസറിന് ഗുഡ്സ് കൊണ്ടുപോകുമ്പോഴും സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് വേണം. എഫക്റ്റീവായിട്ട് പ്രൈസ് കുറച്ച്, അല്ലെങ്കിൽ നല്ല കണ്ടീഷനോട് കൂടി കൺസ്യൂമറിന് കൊടുക്കാനായിട്ട് പറ്റണം. അപ്പൊ അതെല്ലാം ചേർന്ന് വരുന്നതാണ് ഏത്? സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആക്കി മനസ്സിലാക്കുക. പിന്നെ അടുത്ത് പറയുന്നത് എന്താണ്? ഇറ്റ് എനേബിൾ, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എനേബിൾ ചെയ്യുന്നത് എന്താണ്? ഡിസമിനേഷൻ ഓഫ് ഇൻഫർമേഷൻ എഫക്റ്റീവ്ലി ബിറ്റ്വീൻ വേരിയസ് പാർട്ട്നേഴ്സ് ഇൻ എ നെറ്റ്വർക്ക്. ഒരു നെറ്റ്വർക്കില് എത്രത്തോളം പാർട്ട്നേഴ്സ് ഉണ്ടോ അവരുമായിട്ട് എന്ത് ചെയ്യണം? നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റണം? മുന്നോട്ട് പോകാനായിട്ട് ഒരു സപ്ലൈ ചെയിൻ മാനേജ്മെന്റിന് പറ്റണം. ഫോർ എക്സാമ്പിൾ, ഫ്ലിപ്കാർട്ടിന്, ഈ എഫ് എന്ന് കാണിക്കുന്ന ഫ്ലിപ്കാർട്ട് നിങ്ങളുടെ മൊബൈൽ ആപ്പിലൊക്കെ കാണും, ഇല്ലേ? ആ ഒരു ഫ്ലിപ്കാർട്ടിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? 10,000-കണക്കിന് സപ്ലയേഴ്സ് അതിൽ കാണും. ഈ 10,000-കണക്കിന് സപ്ലയേഴ്സിനെ എല്ലാം ഫ്ലിപ്കാർട്ടിന്റെ ഓണറിന് അറിയാമോ? ഇല്ല. പക്ഷെ അവരെ എല്ലാം എന്താണ്? കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു സപ്ലൈ ചെയിൻ സിസ്റ്റം അവിടെ ഉണ്ട്. മനസ്സിലായില്ലേ? അല്ലെ? കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു സപ്ലൈ ചെയിൻ സിസ്റ്റം അവിടെ ഉണ്ട്. അതാണ് അവിടെ പറയുന്നത്. ഈ കസ്റ്റമറിനെല്ലാം, അല്ലെങ്കിൽ ഈ സപ്ലയേഴ്സിനെല്ലാം ഇൻഫർമേഷൻ എഫക്റ്റീവായിട്ട് എന്ത് ചെയ്യാൻ പറ്റണം? കൊടുക്കാനായിട്ട് പറ്റണം. നമ്മൾ തന്നെ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ തന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു സാധനം ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇൻഫർമേഷൻ കിട്ടും. ബുക്ക്ഡ്, ഡിസ്പാച്ച്ഡ്, ഡെലിവേർഡ്, ഇങ്ങനെ പറഞ്ഞൊരു സാധനം വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? അല്ലേ? അതെന്താണ്? ആ ഇൻഫർമേഷൻ നമുക്ക് ഫ്ലിപ്കാർട്ട് തരണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. പക്ഷെ എന്തിന് ഫ്ലിപ്കാർട്ട് അത് തരുന്നു? തരുന്നത് മറ്റൊന്നും കൊണ്ടല്ല. ഫ്ലിപ്കാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള സപ്ലൈ ചെയിൻ കമ്പനി ആയതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഫ്ലിപ്കാർട്ട് അങ്ങനെ
തരുന്നത്. ഓക്കെ, ക്ലിയർ ആക്കി മനസ്സിലാക്കുക. പിന്നെ അടുത്ത് പറയുന്നത് ബിൽഡിംഗ് ട്രസ്റ്റ് ബിറ്റ്വീൻ വേരിയസ് പാർട്ട്നേഴ്സ്, അല്ലെ? ഒരു സപ്ലൈ ചെയിൻ നെറ്റ്വർക്കിന്റെ, സപ്ലൈ ചെയിൻ മാനേജ്മെന്റിന്റെ വിജയം എന്ന് പറയുന്നത് എന്താണ്? പാർട്ട്ണർ, അല്ലെങ്കിൽ നമുക്ക് എത്ര റീറ്റെയിലേഴ്സ് ഉണ്ടോ, അല്ലെങ്കിൽ നമുക്ക് എത്ര ഹോൾസെയിലർ ഉണ്ടോ, അവരുമായിട്ട് നല്ല എന്താണ് ഒരു റിലേഷൻ നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് പറ്റണം. മനസ്സിലായോ? അവരുമായിട്ട് ഒരു റിലേഷൻ കീപ്പ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും നമുക്ക് വർക്ക് ടുഗദർ, ഒരുമിച്ച് വർക്ക് ചെയ്ത് ഒരു മ്യൂച്വൽ ബെനിഫിറ്റ് എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് പറ്റും. ഇപ്പൊ നമ്മുടെ ബിസിനസ്സിലുള്ളത് ഒരു മോശം സപ്ലൈ ചെയിൻ ആണെന്ന് വിചാരിക്കുക. നമ്മൾ നമ്മുടെ ക്ലയൻസിനെ ഒന്നും നേരെ ഡീൽ ചെയ്യുന്നില്ല, നമ്മുടെ ക്ലയൻസിന് കൊടുക്കേണ്ട കാര്യങ്ങളൊന്നും നമ്മൾ കൊടുക്കുന്നില്ല. അപ്പൊ ഇതൊന്നും കൊടുക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവിടുത്തെ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് വളരെ മോശമാണ്. ഓക്കെ, ക്ലിയർ ആക്കുക. ഇനി അടുത്ത് നോക്കിയോ, ഇറ്റ് ആൾസോ ഇംപ്രൂവ് പ്രോഫിറ്റ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന്റെ അകത്തുള്ള പ്രോഫിറ്റ് കൂട്ടാൻ നമ്മളെ സഹായിക്കുന്നത് എന്താണ്? സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ആണ്. ഓക്കെ, ഇറ്റ് ഓൾസോ ഇംപ്രൂവ് പ്രോഫിറ്റ് ഓഫ് ദി ഓർഗനൈസേഷൻ ടു ബൈ ഇൻക്രീസിംഗ് ദ എഫിഷ്യൻസി ഓപ്പറേഷൻ. അതായത് എഫിഷ്യൻസി കൂട്ടി ഓർഗനൈസേഷനെ പ്രോഫിറ്റിൽ എത്താൻ സഹായിക്കുന്നത്, അല്ലെങ്കിൽ പ്രോഫിറ്റിൽ എത്തിക്കാൻ സഹായിക്കുന്നത് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ആണ്. കോസ്റ്റ് കട്ട് ഡൗൺ ചെയ്യുക, പ്രൊക്യൂർമെന്റും മാനുഫാക്ചറിങ് കൃത്യമായിട്ട് നടക്കുക, ഇതെല്ലാം സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്. അപ്പൊ ഇതൊക്കെ നിങ്ങളൊന്ന് ക്ലിയർ ആയിട്ട് വായിക്കണം. ഇത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നത്, ഇപ്പൊ നമുക്കൊരു ഇന്റർവ്യൂവിന് ഒരു കാരണവശാലും സപ്ലൈ ചെയിൻ മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് പോയിന്റ് ഔട്ട് ചെയ്യാനായിട്ട് പറയില്ല. എന്താണ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് നമ്മൾ പഠിച്ചിരിക്കണം, അല്ലേ? നമ്മളത് പഠിച്ചിരിക്കണം. ചിലപ്പം സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കൊണ്ട് ഓർഗനൈസേഷനിലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ചോദിക്കും. അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റണം? പറയാനായിട്ട് പറ്റണം. ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഫ്ലോ ഓഫ് ഗുഡ്സ് ഫ്രം ഫാക്ടറി ടു എൻഡ് കസ്റ്റമർ ആണെങ്കിൽ, സപ്ലൈ ചെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊക്യൂർമെന്റ് ഓഫ് ഗുഡ്സ് ഫ്രം ഡിഫറെന്റ് സോഴ്സസ്. റോ മെറ്റീരിയൽ എന്ത് ചെയ്യുക? ഡിഫറെന്റ് സോഴ്സസ് നിന്ന് പ്രൊക്യൂർ ചെയ്യുക. അതാണ് ഏത്? സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേസ് സ്റ്റഡിയും കൂടി ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി അടുത്ത എന്റെ ക്വസ്റ്റ്യൻ, സപ്ലൈ ചെയിൻ മാനേജ്മെന്റും ലോജിസ്റ്റിക്സ് മാനേജ്മെന്റും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ബേസിസ് ഓഫ് ഡിഫറൻസ്. ഒന്ന്, ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ്ട് ഫ്ലോ ഓഫ് ഗുഡ്സ്, സ്റ്റോറേജ്, ഷെയറിംഗ് ഓഫ് സർവീസ് ആൻഡ് ഇൻഫർമേഷൻ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന്റെ ഇൻസൈഡിലും ഔട്ട്സൈഡിലും ഗുഡ്സ് കൃത്യമായിട്ട് ഫ്ലോ ചെയ്യിപ്പിക്കുക. ഇതാണ് ഒരു ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻ. സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോർഡിനേറ്റിംഗ്, മാനേജിങ് സപ്ലൈ ചെയിൻ ആക്ടിവിറ്റീസ്. സപ്ലൈ ചെയിൻ ആക്ടിവിറ്റീസ് എന്ത് ചെയ്യുക? കോർഡിനേറ്റ് ചെയ്യുക. പ്രൊഡക്ഷൻ പ്ലാനിംഗ് ഒക്കെ അതിലാണ് വരുന്നത്. അപ്പൊ പ്രൊഡക്ഷൻ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് പ്രൊഡക്ഷൻ നടക്കുകയാണ്. അപ്പൊ ഒരിക്കലും റോ മെറ്റീരിയൽ ഷോർട്ടേജ് വരാനായിട്ട് പാടില്ല. അപ്പൊ നല്ല സപ്ലൈ ചെയിൻ നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ റോ മെറ്റീരിയൽ അവിടെ കൃത്യമായിട്ട് എന്ത് ചെയ്യുള്ളൂ? ആ ഒരു ലോജിസ്റ്റിക്സ് കമ്പനിയിൽ ഉണ്ടായിരിക്കത്തുള്ളൂ. പിന്നെ സോഴ്സിങ്, റോ മെറ്റീരിയൽ എവിടെ നിന്നൊക്കെ എടുക്കാം എന്ന് നമ്മൾ പ്ലാൻ ചെയ്താൽ മാത്രം പോരാ. നമ്മൾ എന്ത് ചെയ്യണം? അവിടെ നിന്നൊക്കെ റോ മെറ്റീരിയൽ കൊണ്ടുവരണം. അവിടെ നിന്നൊക്കെ റോ മെറ്റീരിയൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? സോഴ്സ് ചെയ്യാനായിട്ട് പറ്റണം. പിന്നെ അടുത്ത് എന്താ ഇവിടെ പറയുന്നത്? സോഴ്സിങ് പറഞ്ഞു. പിന്നെ അടുത്ത് എക്സിക്യൂട്ടിങ്, നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നു, ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അപ്പൊ ഇതിനെയൊക്കെയാണ് നമ്മൾ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അവിടെ രണ്ടാമത്തെ റീസൺ എന്താണ്? എയിം. ലോജിസ്റ്റിക്സിന്റെ എയിം എന്ന് പറഞ്ഞാൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനിൽ എത്തിച്ചേരുക. ഇത് സപ്ലൈ ചെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് എയിംസ് അറ്റ് ഗെയിനിങ് എ കോമ്പറ്റീറ്റീവ് എഡ്ജ് ഓവർ കോമ്പറ്റീറ്റേഴ്സ്. അതായത് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെറ്റീരിയൽ കറക്റ്റ് ടൈമില്, അല്ലെങ്കിൽ ഗുഡ്സ് കറക്റ്റ് ടൈമില് കസ്റ്റമറിന്റെ കയ്യിൽ റൈറ്റ് ടൈമിൽ എത്തിക്കുക. ഇത് ലോജിസ്റ്റിക്സ്. ഇവിടെ സപ്ലൈ ചെയിൻ എന്ന് പറഞ്ഞാല് നമുക്ക് കോമ്പറ്റീഷനെ കട്ട് ചെയ്യണം. എങ്ങനെയാണ് നമുക്ക് കോമ്പറ്റീഷനെ കട്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്? ഒന്ന്, റോ മെറ്റീരിയൽ സെലക്ട് ചെയ്യുന്നതിലൂടെ. നമ്മൾ വില കൂടിയ റോ മെറ്റീരിയൽ എടുത്ത് പ്രൊഡക്ഷൻ നടത്തുകയാണ്. വില കൂടിയ റോ മെറ്റീരിയൽ എടുത്ത് പ്രൊഡക്ഷൻ നടത്തിയാൽ നമുക്ക് പ്രൈസ് കുറയ്ക്കാനായിട്ട് പറ്റുമോ? ഇല്ല. റോ മെറ്റീരിയലിന്റെ പ്രൈസും കൂടി, അല്ലെങ്കിൽ ചെലവും കൂടി എന്ത് ചെയ്യണം? ഈ പറയുന്ന പ്രൈസ് എന്ന് പറയുന്ന സ്ട്രാറ്റജിയിലോട്ട് വരും. സോ നമുക്ക് അവിടെ എന്താണ്? അത് വൻ നഷ്ടമാണ്. അപ്പോ സപ്ലൈ ചെയിൻ എവിടെ നിന്ന് ആരംഭിക്കുന്നത്? ഏറ്റവും ചെലവ് കുറച്ച് റോ മെറ്റീരിയൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റണം. മനസ്സിലായ?
മനസ്സിലായ? അപ്പം അത് നമുക്കിപ്പം ഞാനും ഇപ്പൊ ഈ നിങ്ങൾക്ക് ഈ നമ്മുടെ ഈ ഓൺലൈൻ വീഡിയോ കാണുന്ന ഒരാളുമായിട്ട് നമ്മൾ പരസ്പരം കോമ്പറ്റീറ്റേഴ്സ് ആണ്. നമ്മൾ പരസ്പരം എന്താണ് പേന ഉണ്ടാക്കുന്നു. ഞാൻ ഉണ്ടാക്കുമ്പോഴേ 8 രൂപയാവും, അയാൾ ഉണ്ടാക്കുമ്പോഴേ 8 രൂപയാവും. പക്ഷെ എനിക്ക് റോ മെറ്റീരിയൽ വില കുറച്ച് കിട്ടുകയാണ്. കാരണം എന്റെ സപ്ലൈ ചെയിൻ എഫക്റ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് കുറച്ച് കൂടുതൽ ലാഭം നേടാനായിട്ട് പറ്റും. എനിക്ക് വില കുറച്ച് കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഇതില് വരുന്നുണ്ട്. അപ്പൊ അതൊന്ന് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അടുത്ത് പിന്നെ വേറെ എന്താ ഉള്ളത്? എന്താ നോക്കി, എവല്യൂഷൻ ആൻഡ് ഡെവലപ്മെന്റ്. ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രഡീഷണൽ ആണ്. ത്രൂ ഇറ്റ് ഹാസ് ഇവോൾവ്ഡ് ഏർലിയർ, ഇറ്റ് ഹാസ് ഇറ്റ്സ് ഒറിജിൻ ഫ്രം മിലിറ്ററി. കണ്ടോ, ഞാൻ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞില്ലേ, മിലിറ്ററിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ലോജിസ്റ്റിക്സ് ആദ്യം ഇംപ്ലിമെന്റ് തുടങ്ങിയത്. സപ്ലൈ ചെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മോഡേൺ കൺസെപ്റ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ സപ്ലൈ ചെയിൻ ഒരു മോഡേൺ കൺസെപ്റ്റ് ഒന്നും അല്ല. പക്ഷെ ലോജിസ്റ്റിക്സിനെ അപേക്ഷിച്ച് സപ്ലൈ ചെയിൻ എന്താണ്? ഒരു മോഡേൺ കൺസെപ്റ്റ് ആയിട്ട് നമുക്ക് വിലയിരുത്താം. പിന്നെ അടുത്ത് പറയുന്നത് ഓർഗനൈസേഷൻ ഇൻവോൾവ്ഡ്. ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഓർഗനൈസേഷൻ ആക്ടിവിറ്റി ആയിരിക്കും ചെയ്യുന്നത്. സപ്ലൈ ചെയിൻ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ. എന്തുകൊണ്ടാണ് നമ്മൾ ഫ്ലിപ്കാർട്ട് ഒരു സപ്ലൈ ചെയിൻ കമ്പനി എന്ന് പറയാനുള്ള കാരണം? കാരണം ഫ്ലിപ്കാർട്ട് ഒരു മൾട്ടിപ്പിൾ എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കമ്പനികളുടെ വർക്ക് ആര് ചെയ്യുന്നുണ്ട്? ഫ്ലിപ്കാർട്ട് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ഒരു തൗസൻഡ്സ് ഓഫ് സപ്ലയേഴ്സിനെ ഉൾപ്പെടുത്താൻ ആർക്ക് കഴിയുന്നുണ്ട്? ഫ്ലിപ്കാർട്ടിന് കഴിയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സാമ്പിൾ ആയിട്ട് പറയാം. പിന്നെ അടുത്ത ടെക്നോളജി യൂസ്ഡ്. ലോജിസ്റ്റിക്സ് യൂസ് ദ ടോട്ടൽ മാനേജ്മെന്റ് സിസ്റ്റം അതിന്റെ വെയർഹൗസ് മാനേജ്മെന്റ് സിസ്റ്റം. ലോജിസ്റ്റിക്സ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ടെക്നോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ മാനേജ്മെന്റ്. ടോട്ടൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ERP ആയിരിക്കും. ERP എന്ന് പറഞ്ഞാൽ എന്റർപ്രൈസസ് റിസോഴ്സ് പ്ലാനിങ്. അപ്പൊ ഈ സിസ്റ്റം ആയിരിക്കും കൂടുതൽ എന്ത് ചെയ്യുന്നത്, ആര് യൂസ് ചെയ്യുന്നത്? ഈ പറയുന്ന ലോജിസ്റ്റിക്സ് യൂസ് ചെയ്യുന്നത്. പക്ഷെ സപ്ലൈ ചെയിൻ ഒരുപാട് ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. ERP യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കസ്റ്റമറുമായി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയറുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ബിഗ് ഡേറ്റ ആൻഡ് റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ. ഇതൊക്കെ നമ്മൾ പഠിക്കും. ഇതൊക്കെ നമ്മൾ എപ്പോഴെന്ന് പറയുമ്പോൾ പഠിക്കുന്നത് IT ഇൻ ലോജിസ്റ്റിക്സ്. ലോജിസ്റ്റിക്സിൽ നമുക്ക് അല്ലെങ്കിൽ നമ്മൾ ഇൻഫർമേഷൻ ടെക്നോളജി ഇൻ ലോജിസ്റ്റിക്സിന്റെ മേഖലകളിൽ ഉപയോഗിക്കുന്ന ഇൻഫർമേഷൻ ടെക്നോളജിയെ കുറിച്ച് പഠിക്കുമ്പം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കും. പിന്നെ റിലേഷൻ വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ്. ലോജിസ്റ്റിക്സിന് എന്ത് മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുമായിട്ട് എന്ത് ചെയ്യും? മിനിമൽ റിലേഷൻ മാത്രമേ ഉള്ളൂ. വളരെ കുറച്ച് റിലേഷൻ മാത്രമേ ഉള്ളൂ. എന്നാൽ സപ്ലൈ ചെയിൻ അങ്ങനെയല്ല. സപ്ലൈ ചെയിൻ എന്താണ്? ഒരു ഇന്റർ റിലേഷൻ ആണ്. എല്ലാ ഡിപ്പാർട്ട്മെന്റുമായിട്ട് സപ്ലൈ ചെയിനിന് നല്ല റിലേഷൻ ഉണ്ട്. അതായത് നിങ്ങൾക്ക് അറിഞ്ഞൂടെ, ഇൻവെന്ററിയുടെ കോസ്റ്റ് കുറഞ്ഞാൽ അല്ലെങ്കിൽ നല്ല സപ്ലൈ ചെയിൻ നെറ്റ്വർക്ക് ഉണ്ട് എങ്കിൽ നമുക്ക് കൃത്യമായിട്ട് സാലറി കൊടുക്കാൻ പറ്റും. മാർക്കറ്റിംഗ് ഒക്കെ വളരെ എളുപ്പമാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ നമുക്ക് ഇവിടെ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇത്ര നമ്മൾ പഠിച്ചത് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒരു കേസ് സ്റ്റഡിയും കൂടി ഡിസ്കസ് ചെയ്യാം. ഇത് വേർപൂൾ കമ്പനിയുടെ കേസ് സ്റ്റഡിയാണ്. നോക്കിയാൽ, വേർപൂൾ ഈസ് വൺ ഓഫ് ദി പൈനറിംഗ് അമേരിക്കൻ മൾട്ടിനാഷണൽ ഓർഗനൈസേഷൻ ഹാവിംഗ് 70 മാനുഫാക്ചറിംഗ് യൂണിറ്റ്സ്. വേർപൂളിന് എത്ര മാനുഫാക്ചറിംഗ് യൂണിറ്റ്സ് ഉണ്ടായിരുന്നു? 70 മാനുഫാക്ചറിംഗ് യൂണിറ്റ്സ് ഉണ്ടായിരുന്നു. അതിന്റെ വേരിയസ് റീച്ച് സെന്റേഴ്സ് ത്രൂ ഔട്ട് ദി ഗ്ലോബ്. കണ്ടോ, വേർപൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മൾട്ടിനാഷണൽ കമ്പനി ആയിരുന്നു. വേർപൂൾ മാനുഫാക്ചറേഴ്സ് ഇലക്ട്രോണിക് അപ്ലയൻസ് ഫോർ ഹൗസ് ഹോൾഡ് യൂസ്. വേർപൂൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഇലക്ട്രോണിക് അപ്ലയൻസ് ആണ് എന്ത് ചെയ്യുന്നത്? മെയിനായിട്ടും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്തിന്? ഹൗസ് ഹോൾഡ് യൂസിന് ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് അപ്ലയൻസ് ആണ് വേർപൂൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇറ്റ് ഈസ് ലിസ്റ്റഡ് ദ ഫോർച്യൂൺ ടോപ്പ് മാഗസീനിൽ 500 കമ്പനി അല്ലെ, ആദ്യത്തെ 500 കമ്പനികളിൽ എന്തുണ്ട്? വേർപൂൾ വന്നു. അവരുടെ ആനുവൽ റവന്യൂ എന്ന് പറഞ്ഞാല് എന്താണ്? $19 ബില്യൺ ആണ്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. പക്ഷേ 2000 വർഷത്തോളം ആയപ്പം ദ പെർഫോമൻസ് ലെവൽ ഓഫ് വേർപൂൾ ടെമ്പിൾഡ് എഗെയിൻസ്റ്റ് ഇറ്റ്സ് റെഗുലർ സ്റ്റാൻഡേർഡ്. വേർപൂളിന്റെ സ്റ്റാൻഡേർഡ് എന്ത് ചെയ്തു? കുറഞ്ഞു വന്നു. അവർക്ക് ക്വാളിറ്റിയിലൊക്കെ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യേണ്ടി വന്നു. കാരണം പറയുന്നു, ദ കറണ്ട് സപ്ലൈ ചെയിൻ നെറ്റ്വർക്ക് പ്രൂവ്ഡ് ഇൻകാപ്പബിൾ ടു മീറ്റ് സാറ്റിസ്ഫാക്ടറി ലെവൽ. വേർപൂളിന്റെ നിലവിലുള്ള സപ്ലൈ ചെയിൻ നെറ്റ്വർക്ക് വളരെ മോശമാണ്. വേർപൂളിന്റെ നിലവിലുള്ള സപ്ലൈ ചെയിൻ നെറ്റ്വർക്ക് വളരെ മോശമാണ്. ഈ പറയുന്ന സപ്ലൈ ചെയിൻ നെറ്റ്വർക്കിന് ഒരിക്കലും കസ്റ്റമറിന്റെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? കമ്പനി നല്ലതാണെങ്കിലും സപ്ലൈ ചെയിൻ വളരെ മോശമായിരുന്നു. കസ്റ്റമർ വിചാരിക്കുമ്പോൾ പ്രോഡക്റ്റ് എത്തിക്കണം. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, അത് നമ്മൾ സിപ്ല മരുന്ന് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വീട്ടിനടുത്ത് ചെന്ന് മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന്
സിപ്ല മരുന്ന് കമ്പനിയുടെ ഒരു മരുന്ന് ചോദിച്ചാൽ നമുക്ക് അവിടെ കിട്ടണം. അത് കിട്ടിയില്ല എങ്കിൽ നമ്മുടെ അല്ലെങ്കിൽ സിപ്ലയുടെ സപ്ലൈ ചെയിൻ നെറ്റ്വർക്ക് മോശമാണ്. അപ്പൊ അങ്ങനെയുള്ള കൺസ്യൂമർ എന്ത് ചെയ്യും? കൺസ്യൂമർ അടുത്ത പ്രോഡക്റ്റിലോട്ട് പോകും. ഡോക്ടറോട് പറഞ്ഞ് അടുത്ത മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യൂലേ? അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ സപ്ലൈ ചെയിൻ മാനേജ്മെന്റിലുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് വേർപൂളിന്റെ സപ്ലൈ ചെയിൻ നെറ്റ്വർക്ക് വളരെ മോശമായിരുന്നു. There were many aberrations in the inventory level, material handling and finished product quality that Whirlpool offering was degrading. അല്ലേ? എന്താണ് വേർപൂളിന്റെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ക്വാളിറ്റിയും ഇൻവെന്ററി ലെവലും മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഒക്കെ വളരെ മോശമാവാൻ തുടങ്ങി, ഡീഗ്രേഡ് ആവാൻ തുടങ്ങി. അപ്പൊ ടോപ്പ് മാനേജ്മെന്റ് പറഞ്ഞു എന്താണ്? ടോപ്പ് മാനേജ്മെന്റ് ഓഫ് വേർപൂൾ റിയലൈസ്ഡ് ദാറ്റ് ഇറ്റ് ഹാസ് ദ ടൈം ടു ബ്രിങ് ഔട്ട് എ ചേഞ്ച്, അല്ലേ, ഇൻ ദ സ്റ്റാറ്റസ് ക്യൂ. ഓക്കെ, ഇങ്ങനെ പോയാൽ വേർപൂൾ മുന്നോട്ട് പോകില്ല. അതുകൊണ്ട് നമുക്ക് എന്താണ്, നമുക്ക് ചേഞ്ച് ആവാൻ ടൈമായി. കുറെ മാറ്റങ്ങൾ നമ്മൾ നമ്മുടെ ബിസിനസ്സിൽ അപ്ലൈ ചെയ്യണം എന്നവർ പറഞ്ഞു. അങ്ങനെ വേർപൂൾ എന്ത് ചെയ്തു? ഇതാ നോക്കിക്കേ. The Whirlpool analyzed and identified that the wide geographical location of Whirlpool was unable to fulfill its supply chain operation. വേർപൂളിന് മനസ്സിലായി വേർപൂള് കച്ചവടം നടത്തുന്നത് വലിയ ജിയോഗ്രഫിക്കൽ ഏരിയയിലാണ്. അപ്പൊ ആ ജിയോഗ്രഫിക്കൽ ഏരിയയില് നമുക്ക് നിലവിലുള്ള സാധനങ്ങൾ വച്ച് കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷൻ ഉറപ്പിക്കാനായിട്ട് പറ്റില്ല എന്ന് ആർക്ക് മനസ്സിലായി? വേർപൂളിന് മനസ്സിലായി. പിന്നെന്താ പറയുന്നത്? വേർപൂൾ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ആൻഡ് IT ഡിപ്പാർട്ട്മെന്റ്, വേർപൂളിന്റെ സപ്ലൈ ചെയിൻ മാനേജ്മെന്റും IT ഡിപ്പാർട്ട്മെന്റും കൂടി ചേർന്ന് എന്ത് ചെയ്യുന്നു? ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് എന്ത് ചെയ്തു? തീരുമാനിച്ചു. അവരെന്താ ചെയ്തത് നോക്കിക്കോ. സപ്ലൈ ചെയിൻ പ്രോബ്ലം ആൻഡ് സീംലെസ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ടു എൻഹാൻസ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ക്വാളിറ്റി. അവരെന്ത് ചെയ്തു? ലോജിസ്റ്റിക്സും പ്ലസ് IT. അപ്പൊ ഇവര് രണ്ടുപേരും കൂടി ചേർന്ന് വേർപൂളിനെ എന്ത് ചെയ്യുന്നു? പുറത്തോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അവരുടെ എന്താണ് ഫിനിഷ്ഡ് പ്രോഡക്റ്റിലേക്ക് ക്വാളിറ്റി ഉറപ്പുവരുത്താൻ ശ്രമിക്കുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വേർപൂൾ എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തു? ലോജിസ്റ്റിക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. The problem that were troubling Whirlpool such as material handling, പാക്കേജിങ്, ട്രാൻസ്പോർട്ട്. വേർപൂൾ മെയിൻ ആയിട്ടും ഫേസ് ചെയ്തുകൊണ്ടിരുന്ന മെറ്റീരിയൽ ഹാൻഡ്ലിങ്, ട്രാൻസ്പോർട്ട്, പിന്നെ അടുത്ത് എന്താ പറയുന്നത്? പാക്കേജിങ്. ഇത് വേർപൂളിന് എങ്ങനെ ലോജിസ്റ്റിക്സ് വേർപൂളിന് അപ്ലൈ ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യാം? വേർപൂളിന് മറികടക്കാനായിട്ട് പറ്റി. ക്ലിയർ അല്ലേ? പിന്നെ അടുത്ത് പറയുന്നത് എഫിഷ്യന്റ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആൻഡ് പാക്കേജിങ് എൻഷുർഡ് ദാറ്റ് പ്രോഡക്റ്റ് ഡു നോട്ട് ലോസ് ദെയർ ക്വാളിറ്റി ഇൻ ട്രാൻസിറ്റ്. അപ്പൊ ലോജിസ്റ്റിക്സ് വന്നതോടുകൂടി പാക്കേജിങ്ങിനൊക്കെ നല്ല പ്രാധാന്യം കൊടുക്കാനായിട്ട് തുടങ്ങി. അപ്പൊ അതൊരു എഫിഷ്യന്റ് പാക്കേജിങ് സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റി, ഇവർക്ക് പറ്റി, അല്ലെ, വേർപൂളിന് പറ്റി. അപ്പൊ ക്വാളിറ്റിയൊക്കെ എന്താണ്? ക്വാളിറ്റിയൊക്കെ കുറയ്ക്കാതെ തന്നെ നല്ല പാക്കിംഗ് സിസ്റ്റം ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേർപൂളിലെ ലോജിസ്റ്റിക്സിന് പറ്റി. പിന്നെ അടുത്ത് പറഞ്ഞ ആഫ്റ്റർ സ്പാൻ ഓഫ് 4 months, ഒരു 4 മാസമൊക്കെ കഴിഞ്ഞപ്പം വേർപൂളിന് മനസ്സിലായി, വേർപൂൾ റിയലൈസ്ഡ് ദാറ്റ് ദ സപ്ലൈ ഇഷ്യൂസ് കെയിം ഡൗൺ കൺസിഡറബിളി ആൻഡ് ഇൻവെന്ററി സിസ്റ്റം ഇംപ്രൂവ്ഡ്. സപ്ലൈ ഇഷ്യൂസ് കുറഞ്ഞു, സ്റ്റോക്ക് നല്ല ഇംപ്രൂവ്മെന്റ് ആയി. സബ്സിക്വന്റ്ലി ദ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് വാസ് സ്ട്രീംലൈൻഡ് ആൻഡ് there were no anomalies in the system. ഓക്കെ, മനസ്സിലായി എന്താണ്? മെറ്റീരിയൽ ഹാൻഡ്ലിങ്ങും പിന്നെന്താണ് പ്രോഡക്റ്റിന്റെ കോസ്റ്റും പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി ഒക്കെ എന്താണ് കൂട്ടാൻ പറ്റി, പ്രോഡക്റ്റിന്റെ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റി. മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് വന്നതോടുകൂടി ഇൻവെന്ററി ഒക്കെ ഇംപ്രൂവ്മെന്റ് ആയി. അപ്പൊ ഇതിലൂടെ കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷൻ ഉറപ്പിക്കാൻ കഴിഞ്ഞു? വേർപൂളിന് കഴിഞ്ഞു. ഇതിപ്പോ നമ്മൾ പറഞ്ഞത് ഒരു കഥയൊന്നും അല്ല, വേർപൂളിന്റെ ആക്ച്വൽ സിറ്റുവേഷൻ ആണ്. 2000 വർഷത്തിലെ വേർപൂൾ ആക്ച്വലായിട്ട് ഫേസ് ചെയ്ത കാര്യമാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, വേർപൂളിന് ഓൾറെഡി സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഉണ്ടായിരുന്നു. വേർപൂളാണ് പിന്നീട് എന്ത് ചെയ്തത്? ലോജിസ്റ്റിക്സിനെ സപ്ലൈ ചെയിൻ മാനേജ്മെന്റിൽ ഇംപ്ലിമെന്റ് ചെയ്തത്. മനസ്സിലായോ? അപ്പൊ അതിലൂടെയാണ് വേർപൂളിന് എന്ത് ചെയ്യാൻ പറ്റിയത്? തിരിച്ചു വരാനായിട്ട് പറ്റിയത്. അപ്പൊ മനസ്സിലായോ? ലോജിസ്റ്റിക്സും സപ്ലൈ ചെയിനും ഇന്റർ റിലേറ്റഡ് ആണ്. സപ്ലൈ ചെയിൻ ലോജിസ്റ്റിക്സിന്റെ ഒരു ബാക്ക് ബോൺ ആണ്. ലോജിസ്റ്റിക്സ് സപ്ലൈ ചെയിന്റെ ഒരു ഇമ്പോർട്ടന്റ് പാർട്ടാണ്. മനസ്സിലായില്ലേ? ഒരു ബിസിനസ്സിന്, ഒരു മൾട്ടിനാഷണൽ ബിസിനസ്സിന് മുന്നോട്ട് പോകണമെങ്കിൽ ആ ബിസിനസ്സിൽ ലോജിസ്റ്റിക്സും വേണം, പിന്നെ അടുത്ത് വേറെ എന്ത് വേണം? സപ്ലൈ ചെയിനും വേണം. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വേർ ദ കീ ഇഷ്യൂസ് ഇൻ വേർപൂൾ? വേർപൂളിന്റെ കീ ഇഷ്യൂസ് എന്തൊക്കെയായിരുന്നു നമുക്കറിയാം. പെർഫോമൻസ് ലെവൽ വളരെ കുറവായിരുന്നു ആദ്യകാലത്ത്. പിന്നെ അവരുടെ സപ്ലൈ ചെയിൻ നെറ്റ്വർക്ക് എന്താണ്? കൺസ്യൂമറിന്റെ സാറ്റിസ്ഫാക്ടറി ലെവൽ വരെ എത്തിയോ?
എത്തിയില്ല. പിന്നെ വാട്ട് വെയർ ദ സപ്ലൈ ചെയിൻ പ്രോബ്ലം ഇൻ വേർപൂൾ. വേർപൂളിൽ ഉണ്ടായിരുന്ന സപ്ലൈ ചെയിൻ പ്രോബ്ലം എന്തായിരുന്നു? വേർപൂൾ കവർ ചെയ്യേണ്ടത് വാസ്റ്റ് ജിയോഗ്രഫിക്കൽ ഏരിയയാണ്. അപ്പൊ ഇതുവരെ എത്തിച്ചേരുക എന്ന് പറയുന്നത് വേർപൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പൊ ലോജിസ്റ്റിക്സ് ഇംപ്ലിമെന്റ് ചെയ്തതിലൂടെ എന്തൊക്കെ പ്രോബ്ലം ഒഴിവായി എന്നാണ് ചോദിക്കുന്നത്. എന്തൊക്കെ പ്രോബ്ലം? മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ലോജിസ്റ്റിക്സ് മനോഹരമായിട്ട് ചെയ്തു, നല്ല പാക്കേജിംഗ് കൊണ്ടുവന്നു, നല്ല ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് കൊണ്ടുവന്നു. ഇനി അടുത്തത് വാട്ട് ഡിഡ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആൻഡ് പാക്കേജിംഗ് എൻഷുർ. മെറ്റീരിയൽ ഹാൻഡ്ലിംഗും പാക്കേജിങ്ങും എന്താണ് എൻഷുർ ചെയ്യുന്നത്? അപ്പോൾ മെറ്റീരിയൽ ഹാൻഡ്ലിംഗും പാക്കേജിങ്ങും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്മൂത്ത് ഫ്ലോ ഓഫ് മെറ്റീരിയൽ ആൻഡ് ദാറ്റ് ദ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഡു നോട്ട് ഗെറ്റ് ഹാമ്പേർഡ് വൈൽ ഇൻ ട്രാൻസ്പോർട്ടേഷൻ. നല്ല പാക്കേജിംഗ് ഉണ്ടെങ്കിൽ, അല്ല, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെറ്റീരിയലിന്റെ ഫ്ലോ നമുക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ പറയുന്ന രണ്ടാമത്തെ കാര്യം എന്താണ് ഇവിടെ പറയുന്നത്? നല്ല പാക്കേജിംഗ് ഉണ്ടെങ്കിൽ പ്രോഡക്റ്റിന് ഒരു ഹാംഫുൾ ഇല്ലാതെ പ്രോഡക്റ്റ് നമുക്ക് ഡെലിവറി ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതാണ് സപ്ലൈ ചെയിന്, ഇതാണ് ലോജിസ്റ്റിക്സ്. സപ്ലൈ ചെയിനും ലോജിസ്റ്റിക്സും പരസ്പരം എന്താണ്? ഇന്റർ റിലേറ്റഡ് ആണ്. അപ്പൊ ഇതിന്റെ വീഡിയോയും കൂടി ഞാൻ അയച്ചു തരാം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ കേസ് സ്റ്റഡി ഒന്നുകൂടി എടുത്ത് നിങ്ങൾ വായിച്ച് നോക്കുക.